സണ്ണി ഡോക്ടർ ഇന്നത്തെ നൈറ്റ് ഷിഫ്റ്റ് ഹെഡിനോട് നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ രാത്രി പുള്ളിക്ക് ഇവിടെയാണ് ഡ്യൂട്ടിന്ന്. ഹോസ്പിറ്റലിനകത്തോ അതോ ഈ മോർച്ചറിയിലോ? മോർച്ചറിയിൽ തന്നെയാവും, നമുക്കറിയാലോ അത്, മറ്റാർക്കും അറിയില്ലെങ്കിലും. നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചു നീക്കാൻ പോലും മെനക്കെടാതെ മോർച്ചറി റൂമിനുള്ളിൽ നിന്ന് ആരും കാണാതെ പുറത്തേക്ക് നടക്കാനൊരുങ്ങിയ മെറീന കാതിൽ വീണ സംസാരച്ചികളിൽ തറഞ്ഞ് ആ മോർച്ചറിക്കുള്ളിൽ തന്നെ നിന്നുപോയി. അവളുടെ കണ്ണുകൾ ചുറ്റും പരത്തിയതും കണ്ടു സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന മോർച്ചറി സെക്യൂരിറ്റിക്കാരായ രാഘവനെയും വേണുവിനെയും. ഇന്നത്തെ കോളപ്പോൾ നിനക്കാണ് വേണു ഒത്തത്. കാര്യം നല്ല തന്തയ്ക്ക് പിറക്കാഴുകയാണ് സണ്ണി ഡോക്ടർ ചെയ്യുന്നത്. അതൊന്ന് നമ്മൾ കണ്ണടച്ചു വിട്ടാൽ ഒരുമിച്ച് കയ്യിൽ തടയുക നമ്മുടെ ശമ്പളത്തിന്റെ 2 ഇരട്ടി തുകയാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടി, ഇന്നത് നിനക്കും കിട്ടും. എന്നെ ഓർത്തേക്കണേടാ വേണു. കുപ്പിയും പണവും കിട്ടുമ്പോ എന്റെ വീതം തരികയും വേണം, മറക്കരുത്. കാതിൽ തിളച്ച എണ്ണ വീണതുപോലെ പൊള്ളിപ്പിടഞ്ഞുപോയി മെറീന അവരുടെ ഓരോ സംസാരത്തിലും. ഇടനെഞ്ചിൽ നിന്നുയരുന്ന വേദനയുടെ ആർപ്പിനെ ഒതുക്കിപ്പിടിച്ചവൾ മറഞ്ഞു നിന്നതും അവൾ നിന്ന ഭാഗത്തെ ഇരുട്ടിലേക്ക് നോട്ടമയക്കാതെ അവളെ കടന്നു മുന്നോട്ടു പോയവർ. ഇന്നത്തെ സണ്ണി ഡോക്ടറുടെ വരവ് അതൊരൊന്നൊന്നര വരവ് തന്നെയാവും കേട്ടോ വേണു. മോർച്ചറിക്കുള്ളിൽ ഒരറ്റത്തായി വൈകുന്നേരം കൊണ്ടുവന്നു വെച്ച മൃതശരീരത്തിനടുത്ത് ചെന്ന് ആ ശരീരത്തിലൂടെ ആകെ നോട്ടമയച്ചത് രാഘവൻ വേണുവിനോട് പറയുന്നത് കേട്ടതും തന്റെ കണ്ണുകൾ ഇറുക്കി ചിമ്മി അടച്ചു മെറീന. അത് രാഘവേട്ടൻ പറഞ്ഞത് ഞാനും സമ്മതിക്കുന്നു. ഈ കിടക്കുന്ന പെണ്ണൊരു 1.5 മുതൽ തന്നെയാണ് കേട്ടോ. അന്നത്തെ ആ പെണ്ണിനോട് കിടയൊപ്പിക്കുവൾ. രണ്ടും വലിയ കൂട്ടുകാരാണെന്നല്ലേ പുറത്തുള്ളവർ പറഞ്ഞത്. കെട്ടിയിട്ടൊന്നുമില്ല ഈ പെണ്ണും. ശവമായിട്ടാണെങ്കിലും രണ്ടിനെയും സണ്ണി ഡോക്ടർക്കാണ് വിധിച്ചത്. വേണുവിന്റെ ചിരിയോടെയുള്ള പറച്ചിൽ. മോർച്ചറിക്കുള്ളിലെ തണുപ്പിലും വിയർത്തു കുളിച്ചു മെറീന. കാലുകൾ തളരുന്നത് പോലെയും ശരീരം കുഴയുന്നത് പോലെയും തോന്നിയവൾക്ക്. എന്നാലും ഇത്രയും പണവും പത്രാസും എല്ലാം ഉള്ള സണ്ണി ഡോക്ടർ മനസ്സ് വെച്ചാൽ ഇതിനേക്കാളൊക്കെ കിടുവായ നല്ല മണിമണി പോലത്തെ ജീവനുള്ള എത്രയോ പെണ്ണുങ്ങളെ കിട്ടും. ഇവിടെ തന്നെ അയാളുടെ ചുറ്റും എത്ര എണ്ണമാണ് കൊഞ്ചി കുഴഞ്ഞു നടക്കുന്നത്. പെണ്ണിനോട് ഇത്രയ്ക്ക് ആർത്തി ആക്രാന്തം ഉണ്ടെങ്കിൽ അതിലോരോന്നിനെയും ആവശ്യം പോലെ കൂടെ കിടത്തിയ പോരെ ഡോക്ടർക്ക്. അല്ലാതെ ജീവനില്ലാത്ത തണുത്തു മരവിച്ച ഈ ശവങ്ങളുടെ കൂടെ തന്നെ വേണോ ആവോ അങ്ങേർക്ക് കുത്തിമറിയാൻ? വേണുവിന്റെ ചോദ്യത്തിൽ രാഘവന്റെ മുഖത്ത് അശ്ലീല ചുവയുള്ള ഒരു ചിരി തെളിഞ്ഞു. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേടാ വേണു. ഈ തണുത്തു മരവിച്ച ശരീരങ്ങൾ കാണുമ്പോഴായിരിക്കും സണ്ണി ഡോക്ടറുടെ ശരീരം ചൂടാവുന്നതെങ്കിലോ. അത് മാത്രമല്ല, ജീവനുള്ള ഒന്നിന്റെ ശരീരത്തിൽ കാട്ടിക്കൂട്ടുന്നത് പോലെ അല്ലല്ലോ ഈ ചത്തുകിടക്കുന്നതിൽ. ഓരോരുത്തർക്കും ഓരോ തരം ലഹരി. എനിക്കെന്തായാലും എന്റെ പെണ്ണുപുള്ളയെ പറ്റുകയുള്ളൂ. അത് ജീവനുള്ള ശവം, ഇത് ജീവനില്ലാത്ത ശവം. ഒരു വലിയ തമാശ പോലെ രാഘവൻ പറയുമ്പോൾ തനിക്ക് മുന്നിൽ കിടക്കുന്ന മൃതശരീരത്തിലേക്ക് നോക്കി വേണു. ഡോക്ടർ ഭാഗം പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണാണ്. എന്തോ മരുന്ന് കുത്തിവെച്ച് ജീവനൊടുക്കിയതാണ്. പുറത്തുനിന്ന് ആരോ പറഞ്ഞത് വേണു ഓർത്തു. മരണത്തിന്റെ അവസാന തെളിച്ചമുള്ള ആ മുഖത്ത് തന്നെ നോക്കിയൊരു പരിഹാസ ചിരിയുണ്ടോ? ഒന്ന് പതറി വേണു. ഈ പെണ്ണ് ജീവിച്ചിരുന്നെങ്കിൽ, സണ്ണി ഡോക്ടർ ഈ ശരീരത്തെ കാണാതെ ഇരുന്നെങ്കിൽ. എന്തിനോ വെറുതെ ആശിച്ചു പോയവന്റെ ഉള്ളം. നീ ഈ ടേബിളൊന്ന് പിടിയടാ, ആ അരികു ചേർത്തിടാം. അവിടെയാണ് ഇവിടെ വരുമ്പോൾ സണ്ണി ഡോക്ടർ മണിയറ ഉണ്ടാക്കുന്നത്. ഡോക്ടറുടെ പ്രവൃത്തിയിലേക്ക് മറ്റൊരാളുടെ കണ്ണും ചെല്ലില്ല അവിടെയാകുമ്പോൾ. പറയുന്നതിനൊപ്പം രാഘവൻ ആ ടേബിൾ ഉയർത്തിയതും വേണുവും കൂടി ചെന്ന് മെറീന പതുങ്ങിയിരിക്കുന്ന ഇരുട്ടിന്റെ ഒരു മൂലയിലേക്ക് മാറ്റിയിട്ടു. നമുക്ക് പോയാലോ? സമയം പോലെ ഡോക്ടർ വന്നു പോട്ടെ, നമ്മുടെ ശല്യം വേണ്ട. പരസ്പരം പറഞ്ഞവർ മോർച്ചറിക്ക് പുറത്തേക്ക് പോയതും തണുത്ത ആ മുറിക്കുള്ളിൽ ജീവനില്ലാത്ത ശരീരങ്ങൾക്കൊപ്പം അവശേഷിച്ചു മെറീനയും. വേണുവും രാഘവും മോർച്ചറി മുറിക്ക് പുറത്തേക്കിറങ്ങിയെന്നുറപ്പായതും മറഞ്ഞിരുന്ന ഇരുളിൽ നിന്ന് പുറത്തേക്കിറങ്ങി മെറീന ആ മൃതശരീരത്തിനടുത്തെത്തി. അവളുടെ ഓർമ്മയിൽ തന്റെ കൈകളിൽ ഇരുവശത്തും തൂങ്ങി നടന്നിരുന്ന 2 പെൺകുട്ടികളുടെ നിഷ്കളങ്ക മുഖം തെളിഞ്ഞു. മാളുവും റിയയും. റിയ തന്റെ സ്വന്തം ചോരയാണ്. അവളുടെ ആത്മസുഹൃത്താണ് മാളു. അവളാണിപ്പോൾ തന്റെ മുന്നിൽ ഈ തണുത്തു മരവിച്ചു കിടക്കുന്നത്. എന്തിനാ മോളെ നീയും ഇത് ചെയ്തത്? മൗനമായ ആ മൃതശരീരത്തോട് ചോദിക്കുമ്പോൾ എത്ര അടക്കിപ്പിടിച്ചിട്ടും ഒരു തേങ്ങൽ പുറത്തു ചാടി മെറീനയിൽ നിന്ന്. ഒരുമിച്ച് കളിച്ച് തന്റെ കയ്യിൽ തൂങ്ങി വളർന്ന 2 പെൺകുട്ടികൾ. അതിലൊരാൾ തന്റെ അനിയത്തി റിയ. 2 ആഴ്ച മുമ്പ് ആത്മഹത്യ ചെയ്തു. ക്രൂരമായ കോളേജ് റാങ്കിങ്ങിന് ഇരയായിരുന്നു റിയയും മാളുവും.
സമൂഹത്തിന്റെ ചോദ്യങ്ങളിൽ തളർന്നുപോയ റിയ ആത്മഹത്യ ചെയ്തപ്പോൾ തളരാതെ നിന്ന മാളുവാണിപ്പോൾ മരണത്തെ വരിച്ച് തന്റെ മുമ്പിൽ നിശ്ചലയായി കിടക്കുന്നത്. റിയയുടെ ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രസാദ് ഡോക്ടറാണ്. മെറീനയുടെ സുഹൃത്താണ്. അദ്ദേഹമാണ് മെറീനയോട് രഹസ്യമായി പറഞ്ഞത് മരണത്തിനു ശേഷം റിയ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അത് പക്ഷേ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. അതിനർത്ഥം അത്രയും സ്വാധീനമുണ്ടത് ചെയ്ത വ്യക്തിക്കെന്നാണ്. ഇപ്പോഴറിയാം തനിക്ക് തന്റെ റിയയോട് ചെയ്തത് ആരാണെന്ന്. സണ്ണി ഡോക്ടർ, ഈ ഹോസ്പിറ്റലിന്റെ നെടുന്തൂൺ. നീചനാണ് അയാൾ. മെറീന ചിന്തിച്ചിരിക്കും. അന്നേരം ആരോ മോർച്ചറി വാതിൽ തുറന്നകത്തേക്ക് വരുന്നതറിഞ്ഞു മെറീന. ഇരുളിന്റെ മറപറ്റി നിന്നവളുടെ കയ്യിലെ വീഡിയോ ക്യാമറ നിശ്ചലയായി കിടക്കുന്ന റിയയിൽ ഫോക്കസ് ചെയ്തിരുന്നു. ഒരു വിടല ചിരിയോടെ സണ്ണി ഡോക്ടർ റിയയുടെ ശരീരത്തിലേക്ക് അമർന്നതും കണ്ണുകൾ ഇറക്കിയടച്ചു മെറീന. മോർച്ചറിയിൽ പെൺകുട്ടിയുടെ മൃതശരീരത്തെ ക്രൂരമായി റേപ്പ് ചെയ്ത മെഡിക്കൽ കോളേജ് ഡോക്ടറെ പൊതുജനമധ്യത്തിൽ വെച്ച് ഒരു സംഘം ആളുകൾ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് മോർച്ചറിയിൽ വെച്ച് പെൺകുട്ടിയുടെ മൃതശരീരത്തെ ക്രൂരമായി റേപ്പ് ചെയ്യുന്ന ഡോക്ടർ സണ്ണിയുടെ വീഡിയോ ഓൺലൈൻ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. വാർത്തയെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ തിരഞ്ഞു കണ്ടെത്തിയാണ് മുഖം മറച്ചൊരു കൂട്ട ആളുകൾ ആക്രമിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള പ്രതിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നും ശരീരാവയവങ്ങൾ പ്രവർത്തനം നിലച്ച നിലയിലാണെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഫ്ലാഷ് ന്യൂസായി ചാനലുകൾ നിറഞ്ഞ് വാർത്തയോടുമ്പോൾ കുറച്ചു ദൂരെ ഒരിടത്ത് മെറീനയുടെയും കൂട്ടാളികളുടെയും അടിയേറ്റ് പുളഞ്ഞാർത്ത് കരയുകയായിരുന്നു വേണുവും രാഘവനും. ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.